ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മലറിനോട് ചന്ദ്രിക പറയാണ്, നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യാണോ അമ്മേ? അതേടാ. ഇഡ്ഡലി, അതിനുള്ള കറി, ബജ്ജി, വട, സുഗീൻ, പായസം, കുഴലപ്പം, അച്ചപ്പം, ലഡു, റവ ലഡു, കേസരി, അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മലറൊന്നും ആലോചിച്ചില്ല, എൻ്റെ അമ്മ സൂപ്പറാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം ചന്ദ്രികയ്ക്ക്. ശരിയടാ, നീ വാ, അമ്മ പോയി കുളിച്ചിട്ട് വരാം. അകത്തേക്ക് വാടാ എന്ന് പറഞ്ഞ് ചന്ദ്രികയും മലരും അകത്തേക്ക് കയറി. അപ്പോഴേക്കും രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും. എന്നിട്ട് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് ലക്ഷ്മി ചോദിക്കുകയാണ്, ഏട്ടാ എനിക്ക് ഈ സാരി എങ്ങനെയുണ്ട്? ചന്ദ്രിക എനിക്ക് വേണ്ടി വാങ്ങി തന്നതാ, കൊള്ളാമോ? വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മഹേന്ദ്ര സാർ പറയാണ്, ആക്ച്വലി ഈ സാരി ഉടുത്തപ്പോൾ ഒരു 10 വർഷം താഴോട്ട് പോയതുപോലുണ്ട്. അത് കേട്ട് ലക്ഷ്മി ചിരിക്കുകയാണ്. കളിയാക്കല്ലേട്ടാ, ഒന്ന് പോയേട്ടാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യമാണ് പറയുന്നത് ലക്ഷ്മി, ഒന്ന് കളിയാക്കല്ലേട്ടാ എന്ന് പറയാണ് ലക്ഷ്മി. അപ്പോൾ അവിടെ മലർ വന്നിട്ട് പറയാണ്, മുത്തശ്ശിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. കണ്ടില്ലേ, മതിയോ? ഇപ്പം മലരും പറഞ്ഞു. അങ്ങനെയാടി സുന്ദരിക്കുട്ടി, ഉമ്മ എന്ന് പറഞ്ഞ് മലറിന് ഉമ്മ കൊടുക്കാണ്. അതേ മുത്തശ്ശി. അപ്പം മഹേന്ദ്ര സാറ്, ലക്ഷ്മി ഏട്ടാ, ഞാൻ നിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ നീ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വളരെ നന്നായിട്ടുണ്ട് ഏട്ടാ. അപ്പോൾ ഏട്ടൻ പറയാണ്, എൻ്റെ മകൾ ജോലി ചെയ്ത് ആദ്യമായി എനിക്ക് വാങ്ങി തന്ന ഡ്രസ്സാണ്. ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ ആഘോഷിച്ച ദീപാവലിയിൽ ഈ ദീപാവലിയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അതെ ഏട്ടാ, അത് ശരിയാണ്. അപ്പോഴേക്കും മലർ പൂവ് കൊടുത്തിട്ട് പറയാണ്, മുത്തശ്ശി ഇതാ പൂവ് വെച്ചോ, അമ്മ തന്നതാ. അമ്മ എവിടെ മോളെ? അമ്മ കുളിക്കാൻ പോയിരിക്കുക, ഇപ്പം വരും. ശരി. പ്രാർത്ഥിച്ചിട്ട് പടക്കം പൊട്ടിക്കണം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, ശരി മുത്തശ്ശി. അപ്പോഴേക്കും ചന്ദ്രിക കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിരിക്കുകയാണ്. ചന്ദ്രിക ചോദിക്കുക, അമ്മേ ഈ സാരി എനിക്ക് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട് മോളെ. ഇത് എനിക്ക് സിദ്ധു സാറ് വാങ്ങിത്തന്നതാ. അപ്പോഴേക്കും മലറിൻ്റെ പ്രകൃതം മാറി. മലർ വല്ലാതെ നോക്കുകയാണ് ചന്ദ്രികയെ. അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറയുകയും ചെയ്തു, സിദ്ധുവിനേക്കാൾ നന്നായിട്ട് നിനക്ക് ആരാ സാരി വാങ്ങിത്തരിക? പക്ഷേ ഇതൊന്നും മലറിന് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അമ്മേ, ഞാൻ ജാനകി അമ്മായിക്കും ആരതിക്കും ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ ഇപ്പോൾ ഒന്ന് കൊടുക്കുക? അപ്പോഴേക്കും അവിടെ സിദ്ധു എത്തി. എന്നിട്ട് പറയാണ്, ആഹാ, എല്ലാവരും ദീപാവലി ഡ്രസ്സിൽ തകർക്കുകയാണല്ലോ. ഇതൊക്കെ എൻ്റെ മോള് വാങ്ങിത്തന്നതാ, അപ്പോൾ അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ ലക്ഷ്മി പറയാണ്, എല്ലാവരേക്കാളും നീ ചന്ദ്രികയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാ അടിപൊളിയായിട്ടുള്ളത്. അത് കേട്ട് സിദ്ധുവിന് നല്ല സന്തോഷമായി. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, നീ ഇത്രയും നന്നായി സാരി സെലക്ട് ചെയ്യാൻ എവിടുന്നാണ് പഠിച്ചത്? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ആൻറ്റിയുടെ ഒരു കാര്യം, കളിയാക്കല്ലേ ആൻറ്റി. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ഒരാളെ മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ എല്ലാം തനിയെ വരും അല്ലേ? അങ്ങനെയല്ലേ സിദ്ധാർത്ഥ്, ശരിയല്ലേ? അപ്പോൾ സിദ്ധു പറയാണ്, ഇതെനിക്ക് ചന്ദ്രിക വാങ്ങി തന്ന ഡ്രസ്സാണ്, എങ്ങനെയുണ്ട്? ചന്ദ്രികയുടെ കാര്യത്തിൽ പിന്നെ പറയാനുണ്ടോ? ചന്ദ്രിക വാങ്ങി തന്ന ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഒരു ഹീറോയെ പോലെയുണ്ട്. അതും പറഞ്ഞ് സിദ്ധുവും അച്ഛനും ചിരിക്കുകയാണ്. എല്ലാവരും അത് കേട്ട് ചിരിക്കുകയാണ്, മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചന്ദ്രികയും സിദ്ധുവും ഒക്കെ. പക്ഷേ മലറിന് മാത്രം അവിടെ സന്തോഷം തോന്നിയില്ല. മഹേന്ദ്രൻ സാർ പറയാണ് ചന്ദ്രികയോട്, നീ പോയി എടുത്തിട്ട് വാ. അപ്പോൾ എടുത്തിട്ട് വന്നതിന് ശേഷം സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രിക ഇതെന്താ കവറിലൊക്കെ? സിദ്ധു സാർ, ഇത് ഞാൻ ആരതിക്കും ജാനകി അമ്മായിക്കും വാങ്ങിച്ച ഡ്രസ്സാണ്. സാർ ഇത് കൊണ്ടുപോയി അവർക്കൊന്ന് കൊടുക്കാമോ? സിദ്ധു പറയാണ്, ഞാൻ കൊടുക്കാം, പക്ഷേ നീ കൊടുക്കുന്ന ഡ്രസ്സ് അവർ വാങ്ങുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്നാലും ഒന്ന് കൊടുത്തു നോക്കാം. ശരി സാർ, ഇത് കൊടുത്തിട്ട് സാർ വേഗം തിരികെ വരണേ. ഇന്ന് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. എൻ്റെ ചന്ദ്രികയെ, നീ വിളിച്ചില്ലെങ്കിലും ആദ്യത്തെ പന്തിയിൽ കഴിക്കാനിരിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ സ്മെല്ലങ്ങ് വീട് വരെ അടിക്കും എന്ന് നിനക്കറിയില്ലേ? മഹേന്ദ്ര സാറും പറയാണ്, അത് ശരിയാ. അപ്പോൾ ചന്ദ്രിക, ഇതാ സാർ, കൊടുത്തിട്ട് വരണേ. സന്തോഷത്തോടെ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് മലറിന് വല്ലാത്ത വിഷമാണുള്ളത്. പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകിയുടെ അടുത്തേക്ക് ആരതി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് പറയാണ്, അമ്മേ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് ആരതി, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേർന്നുണ്ട്.
അമ്മേ, ഡ്രസ്സ് സൂപ്പറാണെന്ന് എനിക്കറിയാം. ഞാൻ അതല്ലേ ചോദിച്ചത്. അമ്മേ, ഈ ഡ്രസ്സിൽ ഞാനിങ്ങനെയുണ്ട്. അത് പറ. നിനക്കെന്താ, സുന്ദരിയല്ലേ മോളെ നീ? നീ ഏത് ഡ്രസ്സ് ഇട്ടാലും സുന്ദരി തന്നെയാ. താങ്ക് യു അമ്മേ. ഇത് തന്നെയാ ആകാശം പറഞ്ഞത്. ഓ, അതിനുള്ളിൽ ആകാശമായിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞോ? ആ അതെ അതെ അമ്മേ. ആരതി, വിവാഹത്തിന് മുമ്പ് ഒന്ന് അടങ്ങിയിരിക്കുക. അതാണ് നിനക്ക് നല്ലത്. ശരി ശരി, അഡ്വൈസൊക്കെ മതി. അപ്പോഴേക്കും അവിടെ സിദ്ധു എത്തി. എന്നിട്ട് പറയാണ്, അമ്മേ, വരൂ വരൂ മോനെ. അമ്മേ, അത് പിന്നെ എന്താ കാര്യം എന്ന് പറയടാ. അതല്ല അമ്മേ, അമ്മേ ചന്ദ്രിക എന്ന് സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്. ചന്ദ്രികയോ? ഒരു നല്ല ദിവസമായിട്ട് നീ എന്തിനാ അവളുടെ പേര് പറയുന്നേ? അല്ലമ്മേ, ചന്ദ്രിക അമ്മയ്ക്കും ആരതിക്കുമായിട്ട് ദീപാവലിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് അമ്മയ്ക്ക് തരാൻ പറഞ്ഞു. ഇതാ അമ്മേ, വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് സിദ്ധു അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ കയ്യിൽ വാങ്ങിക്കാതെ തന്നെ അത് തട്ടിത്തെറിപ്പിച്ചു. ദേഷ്യത്തോടെ എന്നിട്ട് പറയാണ്, അവളാരാ എനിക്ക് സാരി വാങ്ങിത്തരാൻ? ഞാൻ ചേട്ടനെ തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ നീ ബന്ധുത്തരം ആഘോഷിക്കുകയാണോ? എന്താ അമ്മേ ഇത്? അവളമ്മയ്ക്ക് സ്നേഹത്തോടെ വാങ്ങിത്തന്ന സാരിയല്ലേ ഇത്? നിർത്തടാ. അവൾ തന്നെന്ന് വെച്ച് നീ അതും വാങ്ങി ഇങ്ങ് വന്നു. നാണോ ഇല്ലേ നിനക്ക്? ആ ചന്ദ്രിക നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ മറന്നുപോയോ? ആ ജ്യോതിയെയും കൂട്ടിക്കൊണ്ട് വന്ന് നിന്റെ അച്ഛനും ജ്യോതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കുടുംബത്തിൽ തന്നെ നാണം കെടുത്തിയില്ലേ അവൾ? എന്നിട്ട് അവൾ വാങ്ങിത്തന്ന സാരി ഉടുക്കാൻ ഞാൻ മാനമില്ലാത്തവളൊന്നുമല്ല. പിന്നെ അമ്മയുടെ ആ വാക്ക് കേട്ട് സിദ്ധു വല്ലാതായി. അവൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് കരുതിയോ? അങ്ങനെ വല്ല വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കാൻ പറ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും നടക്കില്ല. ഭാരതി വിഷമത്തോടെ വിളിക്കുകയാണ്, അമ്മേ. എന്നിട്ട് ജാനകി പറയാണ്, ഈ സാരി അവളുടെ മുഖത്ത് കൊണ്ടുപോയി എറിഞ്ഞിട്ട് വാ. അമ്മേ, എന്തിനാ നല്ലൊരു ദിവസമായിട്ട് ചന്ദ്രികയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്കെല്ലാം ഡ്രസ്സ് വാങ്ങി തന്നിരിക്കുക. അത് വാങ്ങാൻ അമ്മയ്ക്കെന്താ ഇത്ര പ്രശ്നം? ചന്ദ്രിക വേറെ ആരുമല്ല അമ്മേ. ചന്ദ്രിക അമ്മയുടെ ചേട്ടൻ്റെ മകളാ. ദേ നോക്ക് സിദ്ധു, ആ ചന്ദ്രിക മഹേന്ദ്രൻ ചേട്ടൻ്റെ മോളായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് അവൾ ആരുമല്ല. ഇനി മേലിൽ അവൾ അത് തന്നു ഇത് തന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആരതി, വാ. അപ്പം സിദ്ധു, മോളെ നിനക്കും വേണ്ടേ? വേണ്ട. സിദ്ധു ആ ഡ്രസ്സും അവിടെ നിന്ന് താഴെ നിലത്ത് നിന്ന് എടുത്ത് സങ്കടത്തോടെ പോയി. പിന്നെ ലക്ഷ്മിയും ചന്ദ്രികയും ചേർന്ന് മഹേന്ദ്രൻ സാറും ഒക്കെ ചേർന്ന് പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇലയിലൊക്കെ എടുത്തു വെക്കുകയാണ്. അവിടെ വെക്ക് ചന്ദ്രികയെ, ഇത് ഇവിടെ വെക്ക് ചന്ദ്രികയെ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ലക്ഷ്മി എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ മഹേന്ദ്രൻ സാറ്, ഇനിയെന്താ, നിവേദിച്ചു കഴിഞ്ഞില്ലേ? ഇനി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ചന്ദ്രിക വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ? അല്ല, സിദ്ധു സാറിനോട് പൂജയ്ക്ക് വരാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം വരുമോയെന്ന് നോക്കിയതാ അമ്മേ. അപ്പോഴൊക്കെ മലറിന് നല്ലൊരു തെളിച്ചയില്ല. അത് ശരിയാ, സിദ്ധു വരട്ടെ, എന്നിട്ട് പൂജ തുടങ്ങാം. വിഷമത്തോടെ നിന്ന മലർ ദേഷ്യത്തോടെ പറയാണ്, അമ്മേ എനിക്ക് വിശക്കുന്നു, നമുക്ക് ഇപ്പം തന്നെ പൂജ ചെയ്യാം. ചന്ദ്രിക വീണ്ടും പറയാണ്, സിദ്ധു സാറ് കൂടി വന്നോട്ടെ മോളെ. ഒന്നും വേണ്ട, നമുക്ക് ഇപ്പം തന്നെ പൂജ ചെയ്യാം. ആ സമയം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെന്താ ഈയിടെയായി തൊട്ടതിനൊക്കെ വാശി പിടിക്കുന്നേ? ലക്ഷ്മി പറയാണ്, ഏട്ടാ. അപ്പോഴേക്കും ഏട്ടൻ പറയാണ്, ആഹാ സിദ്ധു ഇവിടെ എത്തിയല്ലോ, വേഗം വാ. എനിക്കും മലരിനും നല്ല വിശപ്പുണ്ട്. സോറി, ഒരുപാട് സമയം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തോ? അതൊന്നുമില്ല മോനെ. അപ്പം ചന്ദ്രികയും പറയാണ്, അങ്ങനെയൊന്നുമില്ല സാർ. ആ വിളക്ക് കത്തിക്കട്ടെ അമ്മേ? ചെയ്യാം. പിന്നെ വിളക്ക് കത്തിച്ച് അവരുടെ പൂജയൊക്കെ തുടങ്ങി തേങ്ങയൊക്കെ ഉടക്കുകയാണ്. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സിദ്ധുവും ചന്ദ്രികയും ചേർന്ന് നിന്ന് ചെയ്യാണ്. പൂജയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം മുത്തശ്ശൻ ചോദിക്കുകയാണ്, മലർ പടക്കം പൊട്ടിക്കാം? പൊട്ടിക്കാം മുത്തശ്ശ. പിന്നെ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയുന്നത്, സിദ്ധു പടക്കമൊക്കെ എടുത്തിട്ട് വാ. ശരി സാർ. ചന്ദ്രിക വേഗം വാ, പടക്കം എവിടെ ഇരിക്കുന്നു? ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് പടക്കം എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി പോവാണ്. വാ എല്ലാവരും വാ, പടക്കം പൊട്ടിക്കാം. സിദ്ധു, പടക്കമൊക്കെ ഇവിടെ വെച്ച് നമുക്ക് കത്തിക്കാം. ചന്ദ്രിക ഇവിടെ വാ, വന്ന് കത്തിക്ക്. അയ്യോ വേണ്ട സാർ, സാറ് തന്നെ കത്തിച്ചോ. ചന്ദ്രികേ, നീയാണ് കത്തിക്കേണ്ടത്, വാ. അയ്യോ ഞാനില്ല, സാറ് തന്നെ കത്തിച്ചോ. പിന്നെ സിദ്ധു പറയാണ്, നീ പറഞ്ഞപ്പോൾ ഞാൻ എണ്ണ തേച്ച് കുളിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നീ ഇത് തന്നെ കത്തിക്കും. ഇത് എന്താ സാർ, പകരത്തിന് പകരാണോ? അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും മേഘയും മനോഹരനും വെളിയിൽ വന്ന് പടക്കം കത്തിക്കാൻ വേണ്ടി പോവാണ്. വന്ന് കത്തിക്ക്. ചെല്ലും മോളെ, പോയി കത്തിക്ക്. ഇല്ല സാർ, എനിക്ക് പടക്കം പേടിയാ. പേടിക്കാനൊന്നുമില്ല, പേടിക്കണമെന്നേ.
വാ വന്ന് കത്തിക്ക്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ച് ചന്ദ്രികയുടെ കൈയും കൊണ്ട് പോയിട്ട് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ജാനകിയും വാസുവും ആരതിയും മേഘയും മനോഹരനും ഒക്കെ കത്തിക്കാൻ വേണ്ടി പുറത്തു വന്ന് നിന്നിട്ടാണുള്ളത്. ഇതൊക്കെ കണ്ട് മേഘ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. പക്ഷേ മേഘയെ പോലെ തന്നെ മലരിനും അതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെ ചന്ദ്രികയും സിദ്ധുവും ചേർന്ന് പൂക്കുറ്റിക്ക് തീ കൊടുത്ത് അതിനുശേഷം അത് കത്തുകയാണ്. അപ്പോൾ അതേസമയം തന്നെ മനോഹരനും മേഘയും കൂടി പറയാണ്, കണ്ടില്ലേ മേഘ, ആ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കളി, ഇതിന് അധികം വൈകാതെ ഒരവസാനം ഉണ്ടാക്കണം. മേഘ പറയാണ്. അതേസമയം തന്നെ വാസു പറയാണ്, ആ കമ്പിത്തിരിയെടുത്ത് കത്തിക്ക് എന്ന് പറയാണ് ജാനകിയോടും ആരതിയോടുമായിട്ട്. അങ്ങനെ രണ്ട് വീട്ടുകാരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ചേർന്ന് പടക്കമൊക്കെ പൊട്ടിക്കുകയും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് ആഘോഷിക്കുകയും ചെയ്യുകയാണ്. സിദ്ധു വീണ്ടും വിളിക്കുകയാണ്, ചന്ദ്രിക എന്താ അവിടെ പോയി നിൽക്കുന്നത്, വേഗം വന്ന് കത്തിക്ക്, വേഗം വാ എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചിട്ട് അവിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചെല്ല് ചന്ദ്രിക, ഒന്ന് വേഗം നോക്ക് എന്ന് ലക്ഷ്മിയും പറയാണ്. ചെല്ല്, ചെന്ന് കത്തിക്ക്. അയ്യോ ഞാനില്ല, വാന്നേ, എന്തിനാ പേടിക്കുന്നേ, ഞാനല്ലേ പറയുന്നേ, വാ. മേഘ അതേസമയം പറയാണ്, അമ്മ വാ. എന്താ അമ്മ ഇത്, ചന്ദ്രികയും സിദ്ധുവും വളരെ സന്തോഷത്തിലാണല്ലോ, എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണോ, എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മാവാ. ഇത്രയേ ഉള്ളൂ സിദ്ധു പറയാണ്. അപ്പോൾ മനോഹരൻ ഒന്നങ്ങോട്ട് നോക്കിയിട്ട് പറയാണ്, മേഘ ഇപ്പം കണ്ടോ ഈ അമ്മാവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ചെറുതായിട്ട് ഒരു റോക്കറ്റ് വന്ന് ചന്ദ്രികയുടെ ദേഹത്ത് തട്ടി. അപ്പോഴേക്കും ചന്ദ്രിക താഴെ വീണു. അയ്യോ എന്ത് പറ്റി ചന്ദ്രിക എന്ത് പറ്റി എന്ന് പറഞ്ഞ് സിദ്ധുവും അമ്മേ എന്ത് പറ്റി എന്ന് പറഞ്ഞ് മലരും അടുത്തു വന്നു. അപ്പോഴാണ് മനോഹരൻ വിളിച്ചു പറയുന്നത്, അയ്യോ ഇതെന്ത് പറ്റി, മേലോട്ട് പോകേണ്ട റോക്കറ്റ് നേരെ പോയെന്നോ. അപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത്. എഴുന്നേൽക്കമ്മേ. അതേപോലെ തന്നെ ലക്ഷ്മിയും പറയാണ്, ചന്ദ്രികയെ എഴുന്നേൽക്ക് ചന്ദ്രികയെ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ. ഇല്ല, കുഴപ്പമൊന്നുമില്ല അങ്ങളെ. ചന്ദ്രിക അപ്പം പറയാണ്, അയ്യോ ഇതെന്ത് പറ്റി, കൈ പൊള്ളിയോ സാർ. ചന്ദ്രിക ഇതൊക്കെ ചെറിയ മുറിവല്ലേ, അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെയല്ല, ഞാൻ മരുന്ന് വെച്ചുതരാം സാർ. ഇല്ല അങ്ങളെ, ഒരു കുഴപ്പമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. ചന്ദ്രികയെ വേഗം ഇങ്ങോട്ട് വാ. സിദ്ധു ഇത് നന്നായിട്ടുണ്ട്. അങ്കിളെ ഇത് അത്രയ്ക്കൊന്നും ഇല്ല അങ്കിളെ, അങ്കിൾ കാര്യമാക്കണ്ട. ഹോസ്പിറ്റലിലേക്ക് പോകാൻ സിദ്ധു, കൈ കാണിക്ക് സാർ എന്ന് പറയാണ് ചന്ദ്രിക. ചന്ദ്രിക വിഷമത്തോടെ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ചന്ദ്രികയുടെ ആ വിഷമം കണ്ട് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. അതേസമയം മനോഹരനും മേഘയും അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. സിദ്ധു പറയാണ്, ചന്ദ്രികയെ ഒന്നുമില്ല, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ. ചന്ദ്രികയെ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, ഇങ്ങെടുക്ക്, ഞാൻ ചെയ്യാം. ഇതൊക്കെ ശരിയായിക്കോളും ചന്ദ്രികയെ. അപ്പോൾ മഹേന്ദ്ര സാറും പറയാണ്, വാ ഇനി മതി, എന്നാൽ അകത്ത് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷേ മേഘയും മനോഹരനും അവിടെയൊന്നും പോയിട്ടില്ല. പിന്നെ മലറിനോടായിട്ട് സിദ്ധു പറയാണ്, എന്താടാ പേടിച്ചു പോയോ, ഒന്നുമില്ല കേട്ടോ. പിന്നെ ചന്ദ്രിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. മതി മോളെ മതി, കഴിക്കണച്ചാ. മലരും ആവേശത്തോടെ കഴിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ നീയും കഴിക്ക്, ഞാൻ വിളമ്പാം. ഇല്ല അമ്മേ, ഞാൻ പിന്നീട് ഇരുന്നോളാം, അമ്മ ഇപ്പം ഇരിക്കമ്മേ. ഞങ്ങളോടൊക്കെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് രാത്രി മുഴുവൻ നീ ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, നീ ഇരിക്ക്, ഞാൻ വിളമ്പാം. വേണ്ട അമ്മേ, അമ്മ ഇരുന്നോളൂന്ന്. നിന്നോട് പറഞ്ഞാൽ കേൾക്കില്ലേ, നീ ഇരിക്ക്, പോയിരിക്ക്, ഞാൻ വിളമ്പാം. കുഴപ്പമില്ല അമ്മേ, പറഞ്ഞാൽ കേൾക്ക്, ഞാൻ വിളമ്പാം. ശരി ഇരിക്കാം. ചന്ദ്രിക പോയി സിദ്ധുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അപ്പോൾ മലരൊന്ന് ശ്രദ്ധിക്കുകയാണ്. മതി അമ്മേ മതി, കഴിക്കും മോളെ. സിദ്ധു ചോദിക്കുകയാണ്, അല്ല ആൻറ്റി, ഇത്രയും പലഹാരങ്ങൾ ചന്ദ്രിക ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്. അതേ സിദ്ധു, ഞാനും കൂടി സഹായിക്കട്ടെ എന്ന് അവളോട് ചോദിച്ചതാ. കുറച്ചു നേരം ഉറങ്ങിയിട്ട് 3 മണിക്ക് എണീറ്റ് പലഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ആ സമയം ചന്ദ്രിക സമ്മതിക്കുകയും ചെയ്തു. ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയി. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴോ എല്ലാ പലഹാരങ്ങളും റെഡി. അതിനുശേഷം ബജ്ജി ഉണ്ടാക്കാൻ ഞാനും ചേട്ടനും ഏത്തക്ക ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞു കൊടുത്തു. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചന്ദ്രിക ഒറ്റയ്ക്ക് ചെയ്തതാ. ചന്ദ്രികയെ, ഞാൻ വെറുതെ പറയല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നീ മിടുക്കിയ. സാർ ആദ്യം എല്ലാം കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാനെല്ലാം കഴിക്കാൻ പോവാ. ഓ എൻ്റെ ചന്ദ്രിക, ഇതെങ്ങനെ പറയണമെന്നറിയില്ല, മൈസൂർ പാക്കിനൊക്കെ എന്ത് രുചിയാ. വായിൽ വെക്കുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോവാ, ഒരു രക്ഷയില്ല. അടിപൊളി ചന്ദ്രിക. സിദ്ധു, ആ ലഡു എടുത്തൊന്ന് കഴിച്ചു നോക്ക്, നല്ല അടിപൊളി രുചിയുണ്ട്. ആഹാ, എന്നാ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ. കേട്ട് ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, അച്ഛാ എന്നെ വല്ലാതെ അങ്ങ് പുകഴ്ത്തണ്ട, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ചന്ദ്രിക, അടിപൊളി. ഇഡ്ഡലി, കറി, പലഹാരം ഒക്കെ അടിപൊളി, എല്ലാം വേറെ ലെവലാ, സൂപ്പറായിട്ടുണ്ട്. നീയും കഴിക്കുന്നേ.
എല്ലാവരും ആവേശത്തോടെ കഴിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മലറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മലർ നിനക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാം അടിപൊളിയായിട്ടുണ്ടമ്മേ. ഏട്ടാ കുറച്ചുകൂടെ ഒഴിക്കട്ടെ? ഒഴിക്ക്. ഒരു ഉരുള എടുത്തിട്ട് സിദ്ധു ചന്ദ്രികയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അയ്യോ സാർ, ഞാനല്ലേ തരുന്നത്, കഴിക്ക് വാ തുറക്ക്. അപ്പോൾ ചന്ദ്രിക അത് വാങ്ങിക്കുന്നത് കണ്ടിട്ട് മലർ നോക്കുകയാണ്. എന്താ സാർ ഇത്, അച്ഛനും അമ്മയും കാണുന്നില്ലേ? ചന്ദ്രികയെ, അവരുണ്ടെങ്കിൽ നമുക്കെന്താ, അതുപോട്ടെ. ഇപ്പോൾ ഞാൻ നിനക്ക് വാരി തന്നില്ലേ, അതുപോലെ നീയും എനിക്ക് വാരിത്താം. ഒരേ ഒരു തവണ. ഏയ്, എന്നെ കൊണ്ടൊന്നും വയ്യ. ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് പോയേ സാർ. പക്ഷേ മലർ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ചന്ദ്രികയെ, നീ ഇപ്പം എനിക്ക് വാരി തന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഉറക്കെ എനിക്ക് വാരിത്തരാൻ വേണ്ടി പറയും. ലക്ഷ്മി വീണ്ടും ഓരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ്, കഴിക്കേട്ടാ കഴിക്ക്, നന്നായിട്ട് കഴിക്കേട്ടാ, എല്ലാം കഴിച്ചേ പറ്റൂ. ചന്ദ്രിക അവിടെ നിന്ന് പെട്ടെന്ന് എന്തൊക്കെയോ എടുത്ത് സിദ്ധുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. മലറിന് ഇതൊക്കെ കണ്ട് വല്ലാതെ ദേഷ്യം വരികയാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ മലർ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.